വൈഫിന് ഒരു ഫുഡ് കഴിച്ചിട്ട് അലർജി ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ നോക്കിയിട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് എന്ത് പറഞ്ഞു, അലർജീൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫാർമസിയിൽ പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി, എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്താൽ എന്താ അതിൻ്റെ ഇതെന്ന് അറിയാമെന്ന് പറഞ്ഞു. കഴിച്ചതിൽ ഏതിനാണ് പ്രോബ്ലം എന്നുള്ളത് അറിയാമെന്ന് വേണ്ടി പറഞ്ഞു. അപ്പം നമ്മൾ ഇറ്റലിയിലാണ്. അപ്പം വേൾഡ് സ്റ്റാൻഡേർഡ് ഹെൽത്ത് കെയർ ഒക്കെ ആണല്ലോ യൂറോപ്പിലൊക്കെ ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു ഫാർമസിയിൽ ഇത് ബുക്ക് ചെയ്യാൻ വന്നതാണ് അലർജിക്കുള്ളത്. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയേക്കണത് അടുത്ത വർഷം ഫെബ്രുവരി 2026 ഫെബ്രുവരി 16. അതെ, അപ്പോഴത്തേക്ക് ആൾക്കാർ എനിക്കറിയില്ല ഇവർ അത് എങ്ങനെയാണ് ഇവർ ചെയ്യണതെന്ന്. എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ ലൈക്ക് ഒരു വട്ടം നടുവേനയായിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് അവൻ അതിനുള്ള ഇത് കിട്ടിയത്. ലൈക്ക് ബാക്കിയൊക്കെ ഓക്കെയാണ് ഇവിടുത്തെ ലൈക്ക് ഹെൽത്ത്. അയ്യോ അയ്യോ ഇവിടെ നമുക്ക് ഒന്നും അതെ, അതായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് ഇതുപോലെ അപ്പോയിൻമെന്റ് ഒരു ലൈക്ക് ഫുഡ് അലർജിയുടെ അത് ഒരു അതാണ്ട് ഞാൻ സാധനമൊക്കെ പിടിക്കാൻ വലിയ കാര്യത്തിൽ വന്നു. ഞാൻ പറഞ്ഞ് നാളെ മറ്റന്നാളെ നമുക്ക് ചെയ്യാം, ഞാൻ നോക്കിയിട്ട് ലീവ് എടുക്കാന്ന് പറഞ്ഞാണ്. 2026 ഫെബ്രുവരിയിലാണ് നമുക്ക് എന്തുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം യൂറോപ്പിലൊക്കെ വന്നാൽ അസുഖം വരുത്താണ്ട് നോക്കുക. ഇവിടെ ആൾക്കാർക്ക് വേൾഡ് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ഇവിടെ ആൾക്കാർ അവരുടെ ആരോഗ്യം നോക്കണോണ്ടാണ്, അല്ലാതെ മെഡിക്കൽ ഫെസിലിറ്റിയും ബാക്കി കാര്യങ്ങളും നന്നായിട്ടൊന്നുമല്ല. ഹോസ്പിറ്റലിൽ പോയാലേ അതെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതൊക്കെ കളഞ്ഞ് നാട്ടിലേക്ക് വന്നൂടെന്ന്. ആഗ്രഹം ഇല്ലാണ്ടല്ല സഹോദരന്മാരെ, സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഓക്കെയാണ്. ലൈക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ വേറെ വലിയ സർജറിയോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണെങ്കിൽ ഓക്കെ നമുക്ക് ലൈക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയാം. പക്ഷേ ലൈക്ക് അലർജി ടെസ്റ്റ് ചെയ്യാൻ, അതെ അലർജി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ 1 കൊല്ലം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചാൽ നമ്മൾ ഒരു പിടുത്തവും ഇല്ല. ഞങ്ങൾ മരിച്ചില്ലെങ്കിൽ കാണാം. ശരി, അപ്പോൾ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ.